തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്കൂൾ വാൻ അപകടത്തിൽപ്പെട്ടു. നെട്ടയം സെന്റ് ശാന്താൾസ് സ്കൂളിലെ വാനാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാനിലുണ്ടായിരുന്ന കുട്ടികൾക്കാർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ദു, എങ്ങനെയാണ് അപകടമുണ്ടായത്? കുഞ്ഞുങ്ങൾക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. എന്താണ് സംഭവം? മധു, ഈ കാണുന്ന സെന്റ് ശാന്തൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനം, അതായത് പ്രൈവറ്റ് വാനായിരുന്നു. ആ വാഹനത്തിന് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാൻ പ്രവേശനമില്ലാതിരുന്നതിനാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ചെറിയ റോഡ്, ഈ റോഡ് നമുക്ക് കാണാം, അരികിലൊന്നും സുരക്ഷാ വേലികളോ ഒന്നുമില്ല. അതിന് താഴേക്ക് വലിയ താഴ്ചയാണ്. ഇവിടെ നിർത്തി കുട്ടികളെ ഇറക്കുന്നതിന് വേണ്ടി ഡ്രൈവർ വാഹനം തിരിച്ചു നിർത്താൻ തുടങ്ങിയ സമയത്ത് ഇവിടേക്ക് വന്നപ്പോൾ വാഹനം, മഴ പെയ്ത് കിടന്ന റോഡായിരുന്നു, തെന്നി താഴ്ചയിലേക്ക് മറിയാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രദേശവാസികളെല്ലാം ഓടിയെത്തി. കുട്ടികളുടെ നിലവിളിയും വലിയ ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. അത് കണ്ട് കേട്ട് പ്രദേശവാസികളെല്ലാം തന്നെ ഓടിയെത്തി. അവരാണ് വേഗത്തിലെത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കുട്ടികളെല്ലാവരും തന്നെ ഭയന്നു പോയിരുന്നു. ഭാഗ്യത്തിന് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തത്ര വിധം. കാരണം 23 കുട്ടികളോളം വാഹനത്തിലുണ്ടായിരുന്നു. തീരെ ചെറിയ കുട്ടികളായിരുന്നു. അവരെല്ലാവരും വല്ലാതെ തന്നെ ഭയന്നിട്ടുണ്ട്. വേഗം തന്നെ അവരെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കണ്ട കാഴ്ച അത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്നാണ് ഇവിടെ കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഈ ദൃശ്യങ്ങൾ മിനിസ്റ്റർ കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് ആ അപകടം ഒഴിവാകുന്നത്. കുട്ടികൾക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് വലിയ കാര്യവുമാണ്. മിനിസ്റ്റർ, ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? ഞാൻ ആ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അപ്പോൾ ഈ മലമുകൾ സെന്റ് ഷാൻഡൽ സ്കൂളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇത് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് തന്നെ വളരെ അപകടം പിടിച്ച വളരെ മുകളിലൊരു കുന്നിന്റെ മുകളിലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലത്താണ്. അവിടെ ഇത് 32 കുട്ടികളെ ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കുട്ടികളെയും കയറി കണ്ടായിരുന്നു. കുട്ടികൾക്കിപ്പം വലിയ അപകടമില്ല. എല്ലാവരും പേടിച്ച് ഭയം ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പറഞ്ഞോട്ടെ, ഈ സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ട്. നമ്മൾ തന്നെ ഒരു 4-5 കേസുകൾ കേട്ടിട്ടുണ്ട്. സ്കൂൾ ബസ് കുട്ടികളെ ഇറക്കിയതിനു ശേഷം തിരികെ എടുക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുകയും ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യം. അങ്ങനെ അതൊരു പ്രശ്നം തന്നെയാണ്. ഇതിപ്പോ അങ്ങനെ സംഭവിച്ചല്ല. ഇത് സ്കൂളിനകത്ത്, ഇത് സ്വകാര്യ ബസ്സാണ്, സ്കൂൾ ബസ്സല്ല. സ്വകാര്യ ബസ്സിൽ വരുന്ന കുട്ടികളെ സ്കൂളിനകത്ത് കയറ്റാറില്ല. സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്ത് കുട്ടികൾ ഇറങ്ങിയിട്ട് നടന്ന് സ്കൂളിനകത്ത് കയറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ബസ് അവിടെ നിർത്തിയിരുന്നപ്പോ ബസ്സിന് ബ്രേക്ക് എന്തോ തകരാറ് വന്ന് ബസ് പുറകോട്ട് പോവേണ്ടി ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്ക് സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്ത രൂപത്തിൽ ദുഃഖവാർത്ത നമ്മൾ കേൾക്കേണ്ടി ഇരുന്നതാണ്. ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പൊ ഞാൻ അവിടുത്തെ സ്കൂൾ അധികാരികളുടെ ആശുപത്രിയിൽ വന്നിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്താ എങ്ങനെ ഇത് ഉണ്ടായത്? അപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഈ കുട്ടി ഈ ബസ് അകത്ത് കയറ്റുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അത് സ്കൂൾ ബസ് മാത്രമേ അകത്ത് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഈ സ്വകാര്യ വാഹനത്തിൽ വന്ന കുട്ടികൾ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇനി മുതൽ എല്ലാ ബസ്സും അപകടമില്ലാത്ത രൂപത്തിൽ അകത്ത് കയറ്റുന്നതിന് വേണ്ടി സംവിധാനം ഉണ്ടാക്കണം. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ കാര്യം, 32 കുട്ടികൾ അവിടെ നിന്ന് ഈ സംഭവം ഉണ്ടായി ആശുപത്രിയിൽ കൊണ്ടുവന്നു. അറിഞ്ഞു പറഞ്ഞ തന്നെ മന്ത്രിയുടെ ഓടിയെത്തി, സ്ഥല MLA പ്രശാന്ത് MLA അവിടെ ഓടിയെത്തി, നാട്ടുകാർ ഓടിയെത്തി. HM ഇതുവരെ അവിടെ വന്നിട്ടില്ല. ഞാൻ അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഫോണിൽ MLA കൊണ്ട് HM വിളിപ്പിച്ചു. സിസ്റ്ററാണ് വിളിപ്പിച്ചപ്പോൾ അവരെ ഫോൺ കിട്ടുന്നില്ല. ഇത് എവിടെ നടക്കുന്ന കാര്യമാണ്? 32 കുട്ടികൾ എന്താ അവരുടെ സ്ഥിതി എന്ന് പോലും അറിഞ്ഞുകൂടാതെ അന്തമിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആദ്യം ഓടിയെത്തേണ്ട അവരല്ലേ. അതിന് പകരം 2 സ്റ്റാഫിനെ അയച്ചിരിക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയം. ചോദിക്കാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അങ്ങേക്ക് അറിയാവുന്നതാണ്, തിരുവനന്തപുരത്ത് പല സ്കൂളുകളും, ഈ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലിരിക്കുന്ന സ്കൂളിലടക്കം ഈ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ കുഞ്ഞുങ്ങളെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. നല്ല തിരക്കേറിയ ഇടമാണ്. അവിടെ കുട്ടികൾ സ്വന്തമായി ഈ ഇത്രയും വലിയ തിരക്കിനിടയിൽ പോകുന്നു, അതിനിടയിലൂടെ വാഹനങ്ങൾ പോകുന്നു. അങ്ങനെ ഗുരുതരമായ പ്രശ്നമുണ്ട്. മിനിസ്റ്റർ അതിന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ ബസ്സുകൾ ഉള്ളിലേക്ക് കയറ്റണം, അതിന് സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല അതുപോലെ ഈ പുറത്ത് നിർത്തി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങളും വലുതാണ്. അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി അതിൽ രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചത്.